അപ്പോൾ ദേ കഴിഞ്ഞ ദിവസം നമ്മുടെ പപ്പരക്ക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. നമ്മുടെ ഇവിടെ പപ്പരക്ക എന്നൊക്കെ പറയും കേട്ടോ. ദേ പപ്പായ ദേ പല ഷേപ്പിൽ ദേ ഇത്രയും പഴുത്ത് ഇത്രയും വലിയൊരു പപ്പര വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ ഈ പപ്പായ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ മിനറൽസ്, പ്രോട്ടീൻസ്, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അങ്ങനെ ഒരുപാട്. പിന്നെ ഗ്ലൂട്ടാത്തയോൺ, നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോണൊക്കെ ഉള്ള നല്ലൊരു എന്താ പറയുക നാച്ചുറൽ റെമഡി കൂടെയാണ് നമ്മുടെ ഈ ഒരു പപ്പായ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടായിരിക്കണം ഇവൻ ഇത്രയും നീളത്തിലാവുന്നത് അല്ലേ. കഴിക്കാനും ടേസ്റ്റാണ്. നാടനും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയുകയേ വേണ്ട. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഇത് അല്ലെ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു 3-4 കഷ്ണവും 2 ഓൾ എഗ്ഗ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പപ്പായ, തണ്ണിമത്തൻ ഇത് ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന 2 ഫ്രൂട്ട്സുകളാണ്. അതുമാത്രമല്ല ഈ ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സാധനമൊക്കെ രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത്രയും നമ്മൾ അറിയാതെ ഈ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ മറക്കാതിരിക്കുക. ഈ സാധനം ഇതേ കാണിച്ചു തരാവേ. നല്ല മധുരമുണ്ട് കേട്ടോ. ഞാനൊരു കരുതി വെള്ളം കയറി നാശമായിപ്പോയതായിരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും ഗുണങ്ങളുള്ള പപ്പായ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്ത് നോക്ക്. തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രയോജനങ്ങൾ ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ ഐഡിയൽ വെയ്റ്റിൻ്റെ കാര്യം അപ്പോൾ BMI ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇന്ന് പറയുന്നത് എൻ്റെ ഐഡിയൽ വെയ്റ്റ് എത്തി നിൽക്കുകയാണ് ഞാനെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വെയ്റ്റ് ഇപ്പം സ്റ്റക്കായി തന്നെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാരോട് ചിലർ പറയും ഐഡിയൽ വെയ്റ്റിനോട് അടുത്തപ്പോഴത്തേക്കും വെയ്റ്റ് സ്റ്റക്കാണേന്ന് പറയും. അപ്പോൾ അത് കാരണം ഇതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാൻ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് വീണ്ടും പഴയ രീതിയിലോട്ട് വരുമ്പോൾ കൂടുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം. വെയിറ്റ് കൂട്ടാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ രാവിലത്തെ എൻ്റെ മിഡ് സ്നാക്കാണ് കേട്ടോ. രാവിലെ ഇഡ്ഡലി കഴിച്ചതേ. അപ്പോൾ ഇത്രയും പ്രയോജനമുള്ള ഈ പപ്പായൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുക, കളയാതിരിക്കുക.